നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പശ്ചിമ ബംഗാളിൽ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിൻ്റെ പരസ്യ പ്രചരണം ഇന്ന് അവസാനിക്കുകയാണ്. സംസ്ഥാനത്ത് ഇന്ന് കൊട്ടിക്കലാശമാണ്. തൃണമൂൽ കോൺഗ്രസും BJPയും തമ്മിൽ വലിയ വീറുറ്റ പോരാട്ടമാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് നടക്കുന്നത്. രണ്ടു പാർട്ടികളും പ്രചരണ രംഗത്ത് പൂർണ്ണമായും സജീവമാണ്. വലിയ രീതിയിലുള്ള പ്രചരണം, പവർ പ്രചരണമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും മറ്റ് BJPയുടെ ഉന്നതരായ നേതാക്കന്മാരുമെല്ലാം BJP പാളയത്തിന് വേണ്ടി പ്രചരണത്തിന് സംസ്ഥാനത്ത് ക്യാമ്പ് ചെയ്ത് നേതൃത്വം നൽകുമ്പോൾ മമതാ ബാനർജിയും സംഘവും തൃണമൂൽ കോൺഗ്രസിന് വേണ്ടി സംസ്ഥാനത്ത് വലിയ പ്രചരണം നടത്തുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് അത് സമാധാനപൂർണ്ണമായി നടന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ഏറ്റവും വലിയ ജനപങ്കാളിത്തം, ബംഗാളിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ജനപങ്കാളിത്തം ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുകയും ചെയ്തു. ഇത് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുമെന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാനമൊട്ടാകെയുള്ള ജനങ്ങൾ. ഈ സമയത്ത് ഏറ്റവും അധികം കയ്യടി നേടുന്നത് നമ്മുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറാണ്. ബംഗാൾ ജനത മാത്രമല്ല, രാജ്യമൊട്ടാകെ ഗ്യാനേഷ് കുമാറിന് ഇപ്പോൾ കയ്യടിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്നത് പശ്ചിമ ബംഗാളിൽ എക്കാലത്തും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വോട്ടിംഗ് ദിവസവും അതുപോലെ തന്നെ വോട്ടെണ്ണൽ ദിവസവും അവിടെ വലിയ രീതിയിൽ വ്യാപകമായ അക്രമങ്ങൾ നടക്കാറുണ്ട്. ഈ അക്രമങ്ങളിൽ മരിക്കുന്ന ആളുകളുടെ എണ്ണമാണ് പിറ്റേ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പത്രവാർത്തയായി വരിക. എന്നാൽ ഇത്തവണ ഒരു മരണം പോലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അക്രമ സംഭവങ്ങളെ തുടർന്ന് ബംഗാളിൽ ഉണ്ടായില്ല. എന്നു മാത്രമല്ല, 152 മണ്ഡലങ്ങളിൽ ആയിരക്കണക്കിന് ബൂത്തുകളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഈ ആയിരക്കണക്കിന് ബൂത്തുകളിൽ ഒരു ബൂത്തിൽ പോലും റീപോളിംഗ് ഉണ്ടാകേണ്ട ഒരു സാഹചര്യം ഉണ്ടായില്ല. എന്ന് പറഞ്ഞാൽ ആദ്യഘട്ടം അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ നമ്മൾ അതിശയത്തോടു കൂടി കേട്ട ഒരു കാര്യമുണ്ട്. ബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് വെറും 2 ഘട്ടമായിട്ടാണ് എന്നാണ്. 5ഉം 6ഉം ഘട്ടങ്ങളായി തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരുന്ന ഒരു സംസ്ഥാനത്ത് 2 ഘട്ടം കൊണ്ട് തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ഇതാ കമ്മീഷൻ പൂർത്തിയാക്കാൻ പോകുന്നു എന്ന വാർത്ത ജനങ്ങളിൽ വലിയ ആവേശമുണ്ടാക്കിയിരുന്നു. അതായത് പശ്ചിമ ബംഗാൾ പോലെയുള്ള സംസ്ഥാനത്ത്, വ്യാപകമായ അക്രമങ്ങൾ നടക്കുന്ന സംസ്ഥാനത്ത്, ബൂത്ത് പിടുത്തവും അമാതിരിയുള്ള കാര്യങ്ങളും നടക്കുന്ന സംസ്ഥാനത്ത് 2 ഘട്ടമായി മാത്രം തെരഞ്ഞെടുപ്പ് നടത്താൻ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സാധിക്കുമോ എന്ന് പലരും സംശയിച്ചിരുന്നു. അത് സാധിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെളിയിച്ചിരിക്കുകയാണ്. 152 മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നു. ഒരു ബൂത്തിൽ പോലും റീപോളിംഗ് ഉണ്ടായില്ല. മാത്രമല്ല, ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി വിലയിരുത്തുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പശ്ചിമ ബംഗാൾ തെരഞ്ഞെടുപ്പുകളെക്കുറിച്ച് വളരെ കൃത്യമായി പഠിക്കുകയും അവിടെ എന്താണ് ജനാധിപത്യ വിരുദ്ധമായി നടന്നുകൊണ്ടിരുന്നത് എന്ന് കൃത്യമായി വിലയിരുത്തുകയും അതിനെതിരായിട്ടുള്ള കൗണ്ടർ ആക്ഷനുകൾ എടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. സത്യത്തിൽ മമതാ ബാനർജി കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകളിലായി സർക്കാർ സംവിധാനങ്ങളെ പൂർണ്ണമായും ഉപയോഗിച്ചുകൊണ്ട് നിയമവിരുദ്ധമായി ഈ ഗുണ്ടകളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ അക്രമ പ്രവർത്തനങ്ങൾ നടത്തിയാണ് വിജയം കയ്യെത്തിപ്പിടിക്കുന്നത് എന്ന് BJP അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ആരോപിച്ചിട്ടുണ്ട്. ഈ ആരോപണങ്ങളെക്കുറിച്ചെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കുന്നു. മമതയെ കൃത്യമായി പൂട്ടാനും നിലയ്ക്ക് നിർത്താനുമുള്ള എല്ലാ നടപടികളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തു എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് കേന്ദ്ര സേനയുടെ വിന്യാസമാണ്. ഏതാണ്ട് 2.5 ലക്ഷത്തോളം കേന്ദ്ര സേനയെയാണ് പശ്ചിമ ബംഗാളിൽ ഇത്തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിന്യസിച്ചത്. ഇത് വലിയ രീതിയിലുള്ള സുരക്ഷയുണ്ടാക്കി ഈ അക്രമ പ്രവർത്തനങ്ങൾ ഇല്ലായ്മ ചെയ്യാനും അക്രമങ്ങളിൽ ജനങ്ങൾ മരിക്കുന്നത് തടയാനും തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ തടസ്സപ്പെടുത്തുന്നത് തടയാനുമൊക്കെ ഈ കേന്ദ്ര സേനയുടെ സാന്നിധ്യം കൊണ്ടായി. മാത്രമല്ല, ഓരോ 140 വോട്ടർമാർക്കും ഒരു കേന്ദ്ര സേനാംഗം എന്ന നിലയിലാണ് അവിടെ കേന്ദ്ര സേന വിന്യാസം നടന്നിരുന്നത്. ഇതിനെതിരെ ബംഗാളിൽ വലിയ പ്രതിഷേധമുണ്ടായി. തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാക്കൾ തന്നെയാണ്, മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് കേന്ദ്ര സേനാ വിന്യാസത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായത്. കേന്ദ്ര സേനയെ പിൻവലിക്കണം എന്നാണ് അവർ ആവശ്യപ്പെട്ടത്. സംസ്ഥാനത്തെ വോട്ടർമാർ ഭയപ്പെടുത്താനും അതുപോലെ തന്നെ അവരെ സ്വാധീനിക്കാനുമൊക്കെയാണ് കേന്ദ്ര സേനയെ വിന്യസിക്കുന്നത് എന്നാണ് തൃണമൂൽ കോൺഗ്രസ് ആരോപിച്ചിരുന്നത്. ഇവർ ഹൈക്കോടതിയിൽ കേസുമായി പോയി. പക്ഷേ ഹൈക്കോടതി മമതയുടെ ആവശ്യം തള്ളുകയാണ് ചെയ്തത്. രണ്ടാമത്തെ കാര്യം, ഏതാണ്ട് 1,30,000-ഓളം വരുന്ന
ക്യാമറകളാണ്, CCTV ക്യാമറകൾ തന്ത്രപ്രധാനമായ ഭാഗങ്ങളിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ചു. ഈ CCTV ക്യാമറകൾ വാങ്ങിയതാകട്ടെ, അല്ലെങ്കിൽ അങ്ങനെ സ്ഥാപിക്കാനുള്ള കൊട്ടേഷൻ നൽകിയത് ദില്ലിയിലെ ഒരു കമ്പനിക്കാണ്. അങ്ങനെ ദില്ലിയിലെ ഒരു കമ്പനിക്കെതിരെ കൊട്ടേഷൻ നൽകിയതിനെതിരെ ഈ ഒരു കൊൽക്കത്ത കമ്പനി കോടതിയിൽ പോയി. ആദ്യം അവർ കൊൽക്കത്തയിലെ ഒരു കോടതിയിൽ ഹർജി കൊടുക്കുകയും പിന്നീട് ആ നിയമ പോരാട്ടം സുപ്രീം കോടതി വരെ നീളുകയും ചെയ്തു. പക്ഷേ ഈ കമ്പനിയെ മമതാ ബാനർജിയും സർക്കാരും സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തി സുപ്രീം കോടതി ഈ ഹർജി തള്ളുകയാണ് ചെയ്തത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നത് മമതാ ബാനർജിക്ക് നിയമവിരുദ്ധമായ എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദമുണ്ട്. പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ള 500ഓളം ഉദ്യോഗസ്ഥർ. ഇവരാരൊക്കെയാണ് എന്ന് കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ തന്നെ മനസ്സിലാക്കുകയും ഇങ്ങനെ 500ഓളം വരുന്ന ഉയർന്ന ഉദ്യോഗസ്ഥരെ സംസ്ഥാനത്തിന് പുറത്തേക്ക് സ്ഥലം മാറ്റുകയുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തത്. ഇത് വലിയ രീതിയിൽ ഭരണപക്ഷത്തിന്, തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ഒരുങ്ങിയിരുന്ന ഭരണപക്ഷത്തിന് തിരിച്ചടിയായി എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയന്ത്രണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കൊല്ലം കൊണ്ടുവന്നത് പശ്ചിമ ബംഗാളിൽ ഈ ചെറിയ ചെറിയ കടകളിലുമൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്ന അന്യസംസ്ഥാനക്കാരായ തൊഴിലാളികൾ, അതായത് ബംഗാളികളല്ലാത്ത തൊഴിലാളികൾ, ഇവരെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് അവിടെ നിന്ന് മാറ്റി സംസ്ഥാനത്തിന് പുറത്തേക്ക് പോകാൻ പറഞ്ഞു എന്നാണ്. കാരണം ഇവരെയാണ് പരമ്പരാഗതമായി രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ചും ഭരണപക്ഷം, ഇവരെയാണ് കള്ളവോട്ട് ചെയ്യുന്നതിനായി ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. സംസ്ഥാനത്തെ വോട്ടർ പട്ടികയിൽ നിരവധി അനർഹരായ ആളുകൾ കടന്നുകൂടിയിട്ടുണ്ട്. ഇവർ മരിച്ചവരുണ്ട്, ഇരട്ട വോട്ടുള്ളവരുണ്ട്. ഇവയൊക്കെ, അല്ലെങ്കിൽ ഈ വോട്ടുകളൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ പോൾ ചെയ്യപ്പെട്ടിരുന്നു. ഈ വോട്ടുകളിൽ ഒരു നല്ലൊരു ശതമാനം അങ്ങനെ കള്ളവോട്ട് ചെയ്യാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇത്തരത്തിൽ സംസ്ഥാനത്തെ സ്ഥിരതാമസക്കാരല്ലാത്ത ഇത്തരത്തിലുള്ള കടകളിലും മറ്റും ജോലി ചെയ്തിരുന്ന തൊഴിലാളികളെ വലിയ രീതിയിൽ പണവും മറ്റും നൽകി സ്വാധീനിച്ച് ഇവരെ കൊണ്ട് കള്ളവോട്ട് ചെയ്യിച്ചിരുന്നു. ഇതുകൊണ്ടാണ് ആ ഒരു സോഴ്സ് ഇല്ലാതാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് തെരഞ്ഞെടുപ്പിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഇത്തരത്തിലുള്ള തൊഴിലാളികളെ സംസ്ഥാനത്തിന് പുറത്തേക്ക് പോകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെടുന്നു. മാത്രമല്ല, സംസ്ഥാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വ്യത്യസ്തമായ ഒരു നിയന്ത്രണം കൊണ്ടുവന്നത് 72 മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ, ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നതിന് 72 മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ സംസ്ഥാനത്ത് ഈ നിരത്തുകളിൽ നിന്ന് 2 വീലർ നിരോധിക്കുന്ന സാഹചര്യമുണ്ടായി. അല്പം കടുത്ത കൈയാണ്, പക്ഷേ അതുപോലും തെരഞ്ഞെടുപ്പ് കമ്മീഷന് ചെയ്യേണ്ടി വന്നു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത്, തെരഞ്ഞെടുപ്പ് അടുക്കുന്നതിന് തൊട്ട് മുമ്പ് 2 വീലറുകളിലാണ് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ഗുണ്ടകൾ എല്ലാ ഗ്രാമങ്ങളിലേക്കും പോവുകയും ജനങ്ങളെ ഭീഷണിപ്പെടുത്തുകയും ആയുധങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് വോട്ട് ചെയ്യാൻ വരരുത് എന്ന സന്ദേശം നൽകുകയും അതോടൊപ്പം തന്നെ ഈ പണം വിതരണം ചെയ്യുക, മദ്യം ഒഴുക്കുക, ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ഇങ്ങനെ ബൈക്കുകളിൽ കൂട്ടമായി പോയിക്കൊണ്ടാണ്. അത് തടയാൻ സാധിച്ചു എന്നുള്ളതാണ്. 2 വീലറുകൾ നിരോധിച്ചതോടുകൂടി ഇത്തരം പ്രവർത്തനങ്ങളുടെ വേഗത കുറയ്ക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സാധിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, മദ്യം ബംഗാൾ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന വലിയൊരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ 48 മണിക്കൂർ മുമ്പൊക്കെ മദ്യനിരോധനം വരും എന്നാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിടെ വളരെ സർപ്രൈസായി 98 മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ, അതായത് 4 ദിവസം മുമ്പ് തന്നെ അവിടെ മദ്യക്കടകളെല്ലാം പൂട്ടിച്ചു. മദ്യനിരോധനം പൊടുന്നനെ കൊണ്ടുവന്നു. അത് തെരഞ്ഞെടുപ്പിൽ മദ്യം ഒഴുകുന്നത് തടയാൻ ഒരു വലിയ അളവ് വരെ സഹായിച്ചു എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. മാത്രമല്ല, എല്ലാ ഗ്രാമങ്ങളിലും കേന്ദ്ര സേനാംഗങ്ങൾ തമ്പടിച്ചു. അതോടൊപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരത്തിലുള്ള എല്ലാ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളെയും തടയാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. മദ്യനിരോധനവും അതുപോലെ തന്നെ ബൈക്ക് നിരോധനവും അടക്കം വലിയ രീതിയിൽ തൊഴിലാളികളെ പുറത്താക്കുന്നത് അടക്കമുള്ള പ്രവർത്തനങ്ങൾ, നിർദ്ദേശങ്ങളെ വലിയ രീതിയിൽ പ്രതിഷേധത്തിന് വിധേയമാക്കിയിരുന്നു തൃണമൂൽ കോൺഗ്രസ്. ഇതെല്ലാം ജനങ്ങളെ അടിച്ചമർത്തുന്നതിന് തുല്യമാണ് എന്ന രീതിയിലുള്ള പ്രചരണമൊക്കെ നടത്തിയിരുന്നു. എന്തിനേറെ പറയുന്നു, CCTVകൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനെതിരെ, സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുന്നതിനെതിരെ, മാത്രമല്ല സംസ്ഥാനത്ത് SIR നടപ്പാക്കുന്നതിനെതിരെ, സംസ്ഥാനത്ത് കേന്ദ്ര സേനയെ വിന്യസിക്കുന്നതിനെതിരെ പോലും ഭരണപക്ഷത്ത് നിന്നും ചില പ്രതിഷേധങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇതിനെല്ലാം മറികടന്നുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ നിയന്ത്രണങ്ങൾ വളരെ കർശനമായി നടപ്പിലാക്കി. അതിൻ്റെ ഫലമാണ് ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൻ്റെ വിജയം. 92% ആളുകൾ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്തു. മാത്രമല്ല, അവിടെ സമാധാനപൂർണ്ണമായ ഒരു തെരഞ്ഞെടുപ്പ് നടന്നു. അത് ഏറെ നാളുകൾക്ക് ശേഷം
ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ബംഗാളിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും സമാധാനമായ തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ ദിവസം നടന്നത്. ഇനിയിപ്പോൾ രണ്ടാം ഘട്ടവും ആ രീതിയിൽ തന്നെ നടക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിലും ഇത് ആവർത്തിച്ചാൽ തീർച്ചയായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വലിയൊരു കയ്യടിക്ക് അർഹമാണ് എന്ന് കൃത്യമായി തന്നെ പറയേണ്ടി വരും. ഈ ബംഗാൾ തെരഞ്ഞെടുപ്പ് പൂർണ്ണമായും പൂർത്തിയാകുമ്പോൾ അത് ഫലം എന്തായാലും, ഭരണ തുടർച്ചയുണ്ടായാലും ഭരണമാറ്റമുണ്ടായാലും കയ്യടി ഉണ്ടാവുക തെരഞ്ഞെടുപ്പ് കമ്മീഷനായിരിക്കും. കാരണം സമാധാനപരമായി അവിടെ തെരഞ്ഞെടുപ്പ് നടന്നു എന്നുള്ളതാണ്. പശ്ചിമ ബംഗാൾ തെരഞ്ഞെടുപ്പിൽ ഒരു ഹീറോ ആയി മാറുക മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറുമായിരിക്കും.